ഇന്ന് നമ്മളൊരു അടിപൊളി ഹൽവയാണ് ചെയ്തെടുക്കുന്നത്. കോഴിക്കോടൻ ഹൽവയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ മൈദപ്പൊടി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിനു മുന്നേ ഞാൻ ചോറ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹൽവ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളൂ. ഒരു കപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു 1/4 കപ്പ് മൈദയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊരു ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന പോലെ തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഉപ്പൊന്നും ഞാൻ തന്നെ ചേർക്കുന്നില്ല. ഇനി നമുക്കൊരു ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ ആ ഒരു തിക്നെസ്സോട് കൂടി തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 15 മുതൽ ഒരു 30 മിനിറ്റ് വരെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഞാനിപ്പോൾ ഒരു പാത്രം അടച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കൈകൊണ്ട് എടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ മാവൊന്ന് ഞൗടിയെടുക്കാം. കാരണം നമ്മൾ ഈ മാവ് മുഴുവനായിട്ട് എടുക്കുന്നില്ല. മാവ് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കണം. ഒരു പാലിൻ്റെ ആ ഒരു തിക്നെസ് മാത്രമേ ഇതിൽ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞവടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഞവടിയെടുക്കാം. ഈ ഞവടി എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിൽ കട്ടകളൊക്കെ ഒരുപാട് കാണും. അപ്പോൾ അതൊന്നും നമുക്ക് ആവശ്യമായിട്ടില്ല. ഇനി നമുക്കിതൊരു അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. മാവ് എപ്പോഴും നല്ല സോഫ്റ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ നല്ല സ്മൂത്തും ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്രയുമാണ് ഇതിൽ വന്നിട്ടുള്ള മട്ട്. ഇത് നമുക്ക് ആവശ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതങ്ങ് മാറ്റിക്കളയാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് മാറ്റിക്കളഞ്ഞതിന് ശേഷം ഈ ഒരു വെള്ളത്തിനെ നമുക്കൊരു 3 പ്രാവശ്യം കൂടി ഒന്ന് അരിച്ചെടുക്കാം. എന്തെങ്കിലും പൊടിയോ തരിയോ കിടപ്പുണ്ടെങ്കിൽ അതുകൂടി അങ്ങ് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് ഒരു ഓവർനൈറ്റ് വെക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ മൈദ മാവ് നന്നായിട്ട് പുളിച്ചതൊന്നും സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം നല്ല രീതിയിൽ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യമായിട്ടില്ല. ഇതിനെ നമുക്കങ്ങ് ഊറ്റിക്കളയാം. ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ മൈദമാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നമ്മുടെ മൈദമാവ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരം നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാരയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ശർക്കരയിൽ ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ ഇഷ്ടപ്പെടുന്നവർ കണ്ടു നോക്കുക. അതിലാണെന്നുണ്ടെങ്കിൽ കളറൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 3 സ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്ക്ക് പകരമായിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും മട്ട അടിയിലേക്ക് അടിയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൈവിടാതെ തന്നെ പെട്ടെന്നൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയം വരെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഹൽവ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊണ്ടുപോയി ഇരിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഓറഞ്ച് ഫുഡ് കളറാണ്. ഫുഡ് കളർ ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ശർക്കര വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ കളറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ശർക്കരയുടെ കളർ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് പഞ്ചസാര വെച്ചിട്ടായതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പൊടിച്ച നട്ട്സോ ബദാമോ അണ്ടിപ്പരിപ്പോ എന്താണ് നിങ്ങളെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ വെള്ള എള്ളില്ലാത്തത് കൊണ്ട് ഞാൻ കറുത്ത എള്ളാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. അത്യാവശ്യം പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് 1-2 സ്പൂണ് കോക്കനട്ട് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ അത്യാവശ്യം കറക്റ്റ് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാനിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇതിൻ്റെ ചൂടൊക്കെ നല്ല രീതിയിലൊന്ന് ആറി വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റായിട്ട് കട്ടിയായിട്ട് വരുന്നതായിരിക്കും ഹൽവ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ്. ഇതിപ്പോൾ ഞാനൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് സെറ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു നല്ല രീതിയിൽ തണുത്തതിന് ശേഷമാണ് എടുക്കാനുള്ളത്. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് തന്നെ ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചാൽ മതിയാവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.